വ്യാജ വോട്ടർമാർ നാളെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ പാടുള്ളതല്ല. ഞങ്ങളുടെ ബൂത്ത് ഏജന്റുമാർ ഈ വ്യാജ വോട്ടർമാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ബൂത്തിലിരിക്കുന്ന ഞങ്ങളുടെ ബൂത്ത് ഏജന്റുമാരുടെ കയ്യിലുണ്ട്. ആ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല. ഇല്ല, മനോരമ ചാനലിന്റെ കാര്യത്തിൽ ചോദിക്കുന്നത് എനിക്കറിയാം. കാരണം മനോരമയ്ക്ക് ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടില്ല. അതിന് കാരണമുണ്ട്. കാരണം എന്താ ചോദിച്ചാൽ മനോരമയ്ക്ക് കൊടുക്കില്ല. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, മനോരമ ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ ഇലക്ഷൻ നോട്ടീസ് ആയിട്ടാണ് പ്രവർത്തിച്ചത്. ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇന്നലെ നടത്തിയിട്ടുള്ള കൊട്ടിക്കലാശം LDFന്റെ വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശമായി പാലക്കാട് നഗരത്തിന്റെ മധ്യഭാഗത്ത് നടന്നിട്ടുണ്ട്. അഹങ്കാരത്തിലും തെറ്റായ രാഷ്ട്രീയ സംസ്കാരത്തിനും എതിരായ ഒരു വെല്ലുവിളിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. പാലക്കാടിന് പരിചയമില്ലാത്ത രീതികൾ കൂടിയാണ് സ്ഥാനാർത്ഥിക്കൊപ്പം UDF ഇവിടെ ഇറക്കുമതി ചെയ്തത്. എന്നും വിളിച്ചു പറയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. BJPയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ മത്സരിക്കാൻ വേണ്ടി മാത്രം ജനിച്ചാണ്. മാത്രമല്ല അതിലൂടെ കോടിക്കണക്കിന് രൂപ അഴിമതിയുടെ ഒരു പര്യായമായി ഇതിനകം തന്നെ BJPയുടെ സ്ഥാനാർത്ഥി മാറിക്കഴിഞ്ഞു. എന്തും പറയുന്ന സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞത് കല്യാണിക്കുട്ടി അമ്മയെ വരെ, അതായത് കരുണാകരന്റെ പത്നി കല്യാണിക്കുട്ടി അമ്മയെ വരെ തെറി പറഞ്ഞ നാവാണ് UDFന്റെ സ്ഥാനാർത്ഥി. അതുകൊണ്ടാണ് ഇതുവരെ കരുണാകരന്റെ ശവകുടീരത്തിലേക്ക് പോകാൻ UDFന്റെ സ്ഥാനാർത്ഥിക്ക് മനസ്സില്ലാതെ പറഞ്ഞു. അഹങ്കാരത്തിന് അതുപോലെ തന്നെ ദാർഢ്യത്തിനുമുള്ള ഒരു ജനവിധിയായിരിക്കും ഈ മണ്ഡലത്തിൽ ജനങ്ങൾ ദാനത്തിലൂടെ നൽകുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുക എന്നുള്ളതാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി BJPയുടെ സ്ഥാനാർത്ഥി മാറി. മാത്രമല്ല അഴിമതിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ടും മാറിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് BJP വലിയ കലഹം ഇതിനകം തന്നെ ഇദ്ദേഹത്തിനെതിരായി പുറത്തു വന്നത്. BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു മേഖലയാണ് മൂത്താന്തറ. ആ സ്വാധീനം ഉപയോഗിച്ചാണ് യഥാർത്ഥത്തിൽ BJP പ്രതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പിന്നീട് നടക്കുന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഈ പാലക്കാട് മണ്ഡലത്തിൽ വോട്ടിന്റെ വിഹിതം നിലനിർത്തുന്നു. എന്നാൽ ആ മേഖലയിൽ നിന്നുള്ള ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു പ്രിയ അജയൻ BJPയുടെ. പക്ഷെ അവരെ എന്തിനാണ് രാജിവെപ്പിച്ചത് എന്ന് BJPയുടെ സ്ഥാനാർത്ഥി മറുപടി പറയും. കാരണം മൂത്താന്തറയിലെ BJPയുടെ സ്വാധീനം ഉപയോഗിച്ച് മാത്രം വളർന്ന ഒരാളായിരുന്നു ഈ പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി. പക്ഷെ ആ പ്രദേശത്തുകാരെയായിട്ടുള്ള ഒരു വനിത മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയപ്പോ അവരെ രാജിവെപ്പിക്കുന്നതിന് വേണ്ടി ആരാണ് പരിശ്രമിച്ചത്? എന്തിനു വേണ്ടി രാജിവെപ്പിച്ചു? അപ്പൊ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കാൻ ഞാൻ മാത്രമാണ് യോഗ്യൻ, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമാണ് യോഗ്യൻ, എന്തെങ്കിലും പദവി കിട്ടുകയാണെങ്കിൽ അതിന്റെ യോഗ്യതയും എനിക്കുള്ളതും എന്റെ കുടുംബത്തിനുള്ളതാണ് എന്ന നിലയിലേക്കാണ് BJP നടന്നു വരുന്നത്. അപ്പോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പല വിവരങ്ങളും മൂത്താന്തറ പ്രദേശത്തെ ചില ബൂത്തുകൾ കേന്ദ്രീകരിച്ച്, അതായത് ഡോക്ടർ നായർ GUP സ്കൂൾ വടക്കന്തറ, ബൂത്ത് നമ്പർ 62, 63, 65, ആർവിൻകുളം അപ്പർ പ്രൈമറി സ്കൂൾ നെയ്ത്തുകാര തെരുവ്, ബൂത്ത് നമ്പർ 59, 60, കർണകി സീനിയർ ബേസിക് സ്കൂൾ ശ്രീരാം പാളയം, ബൂത്ത് നമ്പർ 36, ESI ബിൽഡിംഗ് ജയിലിമേട് ബൂത്ത് 64, കാതിരിയ UP സ്കൂൾ പള്ളിത്തെരുവ്, ബൂത്ത് നമ്പർ 61. ഇവിടെ ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ 360 കള്ളവോട്ട് ഇതിനകം തന്നെ ഈ BJPയും RSSും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനു പുറമെ വ്യാപകമായി ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കുക. ഒരാള് തന്നെ ഇലക്ഷൻ മാനദണ്ഡങ്ങളെല്ലാം വകവയ്ക്കാതെ അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന നിലയ്ക്കാണ് അവിടെ ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയുള്ളത്. നമുക്കെല്ലാം ഇലക്ഷന്റെ ഹാൻഡ് ബുക്ക് വായിച്ചറിവുള്ളതാണ്. ആ ഹാൻഡ് ബുക്കിൽ എങ്ങനെയാണോ ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് BJPയും RSSും ഞാൻ ഈ പറഞ്ഞ ബൂത്തുകളിലെല്ലാം ഇതിനകം തന്നെ കള്ളവോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൂത്താന്തറയിൽ 360 കള്ളവോട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത് ആധികാരികമായി നമുക്ക് കിട്ടിയ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ. അതിന്റെ ആധികാരികത ഇപ്പൊ ഞാൻ ഇവിടെ ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു. ഏതായാലും നിയമ നടപടി വളരെ കൃത്യമായി അവിടെ പോലീസ് സ്വീകരിക്കേണ്ടത് ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ടൗണിലെ ഒരു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് BJPയിൽ നിന്ന് ഇതിനകം തന്നെ പണം പറ്റി എന്നാണ് അറിയുന്നത്. പരസ്പരം പണം കൊടുത്ത് വലിയ തോതിലുള്ള വോട്ട് വിലക്ക് വാങ്ങിക്കലാണ് ഇപ്പൊ BJPയും കോൺഗ്രസും ഏറ്റവും അവസാന ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാപകമായി UDF പണം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് രായി. അത്
ഇലക്ഷൻ കമ്മീഷന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇന്നും നാളെയുമായി വളരെ ജാഗ്രതയോടുകൂടി ഇടപെടണം എന്നുള്ളതാണ് ആവശ്യം. അപ്പൊ ഇന്നും നാളെയും ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തെറ്റായ മാർഗങ്ങളും BJPയും UDFും സ്വീകരിക്കും. വ്യാജ വോട്ടർമാരുടെ കാര്യം ഞാൻ ഇതിനു മുമ്പ് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. വ്യാജ വോട്ടർമാർ നാളെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ പാടുള്ളതല്ല. ഞങ്ങളുടെ ബൂത്ത് ഏജന്റുമാർ ഈ വ്യാജ വോട്ടർമാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ബൂത്തിലിരിക്കുന്ന ഞങ്ങളുടെ ബൂത്ത് ഏജന്റുമാരുടെ കയ്യിലുണ്ട്. ആ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കളക്ടർ അതിന്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിന്റെ ഭാഗമായി കൊടുത്ത മെമ്മോറാണ്ടം സമർപ്പിക്കുന്ന വേളയിൽ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ വ്യാജ വോട്ടർമാർ വരാതിരിക്കുന്നതാണ് നല്ലത്. കളക്ടർ തന്നെ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വോട്ടുകളെല്ലാം വ്യാജമായി ചേർത്തിയത് ക്രിമിനൽ കുറ്റമാണ്. അപ്പൊ ക്രിമിനൽ കുറ്റമായതുകൊണ്ട് തന്നെ UDF ആ പ്രവർത്തകരും വോട്ട് ചെയ്യാൻ ബൂത്തുകളിലേക്ക് വരരുത്. വന്നാൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷനും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി പറയാനുള്ളത്. മറ്റൊന്ന്, BJPയും കോൺഗ്രസിന്റെ ഡീലിന്റെ ഭാഗമായി BJPയെ ജയിപ്പിക്കാനുള്ള ഇടപെടലാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അവലംബിച്ചു വരുന്നത്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെ പണം വാങ്ങിയിട്ടുള്ള അറിവുള്ളത്. ഇപ്പൊ പേരൊന്നും വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. അതുകൊണ്ട് BJPയെ ജയിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം നമ്മൾ മുന്നേ കണ്ടതാണ്. മുനിസിപ്പാലിറ്റി ഭൂരിപക്ഷം കിട്ടി BJP അധികാരത്തിൽ വന്നപ്പോ മുനിസിപ്പാലിറ്റിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ശ്രീറാം എന്നെഴുതിയ പതാക പ്രദർശിപ്പിച്ചിരുന്നു. അതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി മുതിർന്ന യൂത്ത് കോൺഗ്രസുകാരെ സമരം ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കിയ ആളാണ് ഷാഫി പറമ്പിൽ. അപ്പോ അത് ആ ഒരു അവസ്ഥാവിശേഷം സൃഷ്ടിച്ചത് ഈ മണ്ഡലത്തിലെ കോൺഗ്രസിനും ഷാഫിക്കും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് BJP ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും ഒരു ഭാഗത്ത് RSS കുറഞ്ഞതുള്ളൂ. കോൺഗ്രസ് ജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും ഈ മണ്ഡലത്തിൽ കുറഞ്ഞു. പൊതുവെ ഈ രണ്ട് മുന്നണികളുടെ വിജയ സാധ്യത ഇല്ലെങ്കിലും അങ്ങനെ ഒരു അവസ്ഥാവിശേഷം സാഹചര്യം ഉണ്ടായാൽ വർഗീയ ഭ്രാന്തന്മാരുടെ കയ്യിലേക്ക് ഈ മണ്ഡലത്തെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഇപ്പോ നാം കാണുന്ന ഒരു സ്ഥിതിവിശേഷം. ആ ഒരു സാഹചര്യം ഇല്ലാതാകണമെങ്കിൽ നമുക്കറിയാം, വട്ടിയൂർക്കാവ് മാതൃകയിൽ ഞങ്ങൾ എപ്പോഴെല്ലാം ജയിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം 3-ാം സ്ഥാനത്തേക്ക് ഈ മണ്ഡലത്തിലേക്ക് BJP പോയിട്ടുണ്ട്. കൊണ്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യം തകരാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ ശക്തമായ വിജയം ഉണ്ടാക്കിയെടുക്കാൻ വോട്ടർമാർ തയ്യാറാവണം. അതോടൊപ്പം തന്നെ രണ്ട് വർഗീയതയെയും അകറ്റി നിർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണ്. ആ വിജയക്കുതിപ്പിലേക്കാണ് ഈ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ LDF കരസ്ഥമാക്കാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്ന് ഈ സുപ്രഭാതം സിറാജ് തുടങ്ങിയ ദിനപത്രങ്ങളിൽ LDF-ൽ ഒരു പരസ്യം വന്നത്. അതായത് ഈ സന്ദീപ് വാര്യരുടെ പഴയകാല പ്രസ്താവനകൾ അദ്ദേഹം ഈ RSS-ന്റെ വേഷം ധരിച്ച് നിൽക്കുന്നതൊക്കെയാണ്. അപ്പൊ ഇത് മുസ്ലിം വോട്ടുകൾ സ്വാധീനിക്കാനും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചർച്ചയാക്കാനുള്ള ആക്ഷേപമാണ്. പിന്നെ ഇത് കാഫിർ സ്പീച്ചോട്ടിന്റെ ഗ്ലോറിഫൈഡ് വേർഷനാണെന്ന് അദ്ദേഹം ഷാഫി പറമ്പിൽ ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലിന് നിരതെറ്റിരിക്കുകയാണ്. കാരണം ഇന്നത്തെ LDF-ന്റെ പൊട്ടിക്കലാശം കഴിഞ്ഞതോടുകൂടി UDF ക്യാമ്പിലും BJP ക്യാമ്പിലും വല്ലാത്ത ഒരു വിരളി പിടിച്ച ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പരസ്യം കൊടുത്തതിനെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു നീച ശ്രമം ഉണ്ടല്ലോ, ഒരു കുബുദ്ധി. അത് കോൺഗ്രസിന്റെ ഷാഫിക്കല്ലാതെ മറ്റാർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല. ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പത്രങ്ങളിലെല്ലാം പരസ്യം കൊടുത്തവരാണല്ലോ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും മാതൃഭൂമിക്ക് പരസ്യം കൊടുത്തിട്ടുണ്ട്, ഹിന്ദുവിന് പരസ്യം കൊടുത്തിട്ടുണ്ട്, സിറാജിന് പരസ്യം കൊടുത്തിട്ടുണ്ട്, സുപ്രഭാതത്തിന് പരസ്യം കൊടുത്തിട്ടുണ്ട്. എന്താ തെറ്റ്? ഈ നാട്ടിൽ ദൈനംദിന വാർത്തകൾ എത്തിക്കുന്ന പത്രങ്ങളിലെ ഇതെല്ലാം അത് പരസ്യം കൊടുത്താൽ എങ്ങനെയാ വർഗീയതയാവുന്നത്, അല്ലെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമായിട്ട് മാറുന്നത്? മാത്രമല്ല, സന്ദീപ് വാര്യറിന്റെ പ്രത്യേകം കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചു എന്നാണ് പറയുന്നത്. സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളല്ലേ നിഷേധിക്കാൻ പറ്റുമോ? കോൺഗ്രസിലേക്ക് വരുമ്പോ മിനിമം അത് ഡിലീറ്റ് ചെയ്യാനുള്ള ബുദ്ധിയെങ്കിലും ഈ RSS-കാരൻ ഉണ്ടാവണ്ടേ. അപ്പൊ അതില്ലാത്തത് ബുദ്ധികേടല്ല, RSS-ൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിൽ പ്രവർത്തിക്കും. മൊത്തത്തിൽ പിന്നീട് കോൺഗ്രസിന്റെ പ്രധാനികളെ RSS-ന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന ആളെയും ഗോൾവാൾക്കറിന്റെ സ്മരണീയ ദിനത്തിന് വിളക്ക് കൊടുത്ത ആളെയും മൊത്തമായി അങ്ങോട്ടേക്ക് കൂട്ടിട്ട് പോവാം എന്നതാണ്. അദ്ദേഹം ഇതേവരെ RSS-നെ തള്ളി പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്.
ഒരു കാലത്തും RSS വിട്ടുപോകില്ല എന്നത്. സ്വാഭാവികമായും RSSകാരനായ സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോ എന്തെല്ലാം വർഗീയ വിഷമാണ് ഈ സമൂഹത്തിൽ ചീറ്റിയത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകളിൽ, വീഡിയോകളിൽ എല്ലാം ഈ നാട് ശ്രദ്ധിച്ചതാണ്. ആ കാര്യം മാത്രമാണ് ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകമായി ഏതെങ്കിലും ഒരു ആരോപണം കൊണ്ടുവരികയോ അല്ലെങ്കിൽ സന്ദീപ് വാര്യർ പറയാത്ത കാര്യങ്ങളെ പൊതുസമൂഹത്തിൽ അയാൾ പറഞ്ഞു എന്ന് തെറ്റായി അവതരിപ്പിക്കുകയോ ഞങ്ങൾ ചെയ്തിട്ടില്ല. അതാണ് അതിന്റെ വസ്തുത. അതിന് ഷാഫിക്ക് ഇത്ര വിരൽ പിടിക്കേണ്ട ഒരു കാരണം തോൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഏതോ ഒരു പ്രദേശത്തുനിന്ന് അദ്ദേഹത്തിന്റെ ശിക്ഷത്വം സ്വീകരിച്ച് പിൻഗാമിയായി ഇങ്ങോട്ട് വന്നാൽ തോറ്റുപോകുമെന്നുള്ള ഒരു വേവലാതിയിലാണ് ഈ പിച്ചും പേരെല്ലാം പറയുന്നത് ഷാഫി. അതിനെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. പ്രശ്നം എന്താ വെച്ചാല് ഹിന്ദു അടക്കമുള്ള പത്രങ്ങളിൽ CPM-ന്റെ പരസ്യമുണ്ട്. പക്ഷേ മുസ്ലിം മാനേജ്മെന്റിന് 2 പത്രങ്ങൾ കൊടുത്ത പരസ്യത്തിൽ മാത്രമേ ഈ സന്ദീപ് വിഷയം ഉള്ളൂ എന്നുള്ളതാണ്. അതൊരു തരത്തിൽ പറയുന്ന വർഗീയതയില്ല, മതനിരപേക്ഷതക്കൊക്കെ വേണ്ടി വാദിക്കുന്ന CPM തന്നെ ഈ രീതിയിൽ പെരുമാറുന്നു എന്നാണ് ആക്ഷേപം. ഇല്ല, മനോരമ ചാനലിന്റെ കാര്യത്തിൽ ചോദിക്കുന്നത് എനിക്കറിയാം. കാരണം മനോരമയ്ക്ക് ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടില്ല. അതിന് കാരണമുണ്ട്. കാരണം എന്താ ചോദിച്ചാൽ മനോരമയ്ക്ക് കൊടുക്കില്ല. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, മനോരമ ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഇലക്ഷൻ നോട്ടീസ് ആയിട്ടാണ് പ്രവർത്തിച്ചത്. അപ്പൊ അതിന്റെ ഒരു വേദന നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. അതവിടെ ഇരിക്കട്ടെ. മറ്റൊന്ന് എന്താ ചോദിച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ എന്ത് പരസ്യം കൊടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തീരുമാനിക്കുന്നത്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ത് പരസ്യം കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചിട്ടല്ല. ഞങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഈ ഇപ്പോ RSSൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളൊന്നും പുതിയതായിട്ട് പറഞ്ഞിട്ടില്ല. ഞങ്ങളൊരു പുതിയ കാര്യം എഴുതി ചേർത്തിട്ടില്ല. ആ കാര്യം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് നിങ്ങളുടെ വ്യാഖ്യാനം തെറ്റായ വ്യാഖ്യാനമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾ പരസ്യം തന്നിട്ടില്ലേ? മനോരമ പത്രത്തിന്റെ മുതലാളി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ വിഷപ്പഴിച്ച് ഭരിക്കുമെന്ന് പറഞ്ഞ ഒരു പത്ര മുതലാളി ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ അവർക്ക് പരസ്യം കൊടുത്തിട്ടില്ലേ? ഏതെങ്കിലും മാനേജ്മെന്റ് എന്ന് നോക്കിയിട്ടാണ്. നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അതായത് നിങ്ങൾ UDF-ന് വേണ്ടി ശബ്ദിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ UDF-ന്റെ വക്താക്കളായി ഇവിടെ നിൽക്കുന്നു മനോരമ. അതാണല്ലോ ഈ കാര്യം അത്രയും തുടർന്നത്. ഇനിയും അത് തുടരുന്നറിയാം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നാളത്തെ ദിവസം നിങ്ങൾ പലതും ജില്ലാ ഘടകം കൊണ്ടുവരും. അത് ഞങ്ങൾ മുൻകൂട്ടി തന്നെ അറിഞ്ഞിട്ടുണ്ട്. കാരണം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവിനെ എതിരെ കെട്ടിച്ചമച്ച കഥകൾ അവതരിപ്പിച്ചിട്ടുള്ള അതേ കഥകൾ നാളെയും പ്രതീക്ഷിക്കാം. ഞങ്ങളുടെ പാർട്ടിയിലെ പ്രവർത്തകർക്കും ഈ നാട്ടിലെ വോട്ടർമാർക്കും നല്ല ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കൂട്ടർ ഈ മാധ്യമ രംഗത്തുണ്ട്. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല. ഈ സന്ദീപ് കഴിഞ്ഞ കാലത്ത് പറഞ്ഞതും കേട്ടതും പറഞ്ഞതും ചെയ്തതും ഒക്കെ ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ പരിക്ക് എത്രയാണെന്ന് താങ്കൾ പറഞ്ഞു. അതിന്റെ ആ വ്യാപ്തിയൊക്കെ പറഞ്ഞു. അത് ഈ മുസ്ലിം മാനേജ്മെന്റിന്റെ പത്രത്തിലൂടെ മാത്രം അറിഞ്ഞാൽ മതി എന്നാണോ, അതോ എല്ലാ പത്രങ്ങളും കൊടുത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വായിക്കണം എന്നാണോ നിലപാട്? ഞാൻ ചോദിക്കട്ടെ, മാനേജ്മെന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ നിങ്ങൾക്കും പരസ്യം തന്നിട്ട് മനോരമ പരസ്യം ആർക്ക് കൊടുക്കുന്നതല്ല പ്രശ്നം. അതെന്താ പ്രശ്നം? സമൂഹത്തെ അറിയിക്കലാണ് ലക്ഷ്യമെങ്കിൽ ഇവിടെ ഏറ്റവും മറ്റു പത്രങ്ങളിൽ കൂടി ആ പരസ്യം വേണ്ടിയിരുന്നില്ലേ? അതല്ല, ആ മറ്റു പത്രങ്ങളിലൊക്കെ വേറെ കണ്ടന്റും മുസ്ലിം മാനേജ്മെന്റ് കീഴിലുള്ള പത്രത്തിൽ മറ്റൊരു സന്ദീപ് മാത്രമുള്ള കണ്ടന്റ്, അത് 1/2 പേജാണ് കണ്ടന്റ്. അത് എന്തുകൊണ്ടായി എന്നാണ് തോന്നുന്നത്. അതാണ് നിങ്ങളുടെ ചിന്തയ്ക്കും നിങ്ങളെ പ്രവർത്തിക്കാൻ കുഴപ്പം. ഞാൻ പറയുന്നത്, കഴിഞ്ഞ 3 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മനോരമയ്ക്ക് പരസ്യം കൊടുത്തു. മനോരമയുടെ മുതലാളി എല്ലാ കാലത്തും ഞങ്ങളെ എതിർക്കുന്നവരാണ്. ഞങ്ങളുടെ പാർട്ടിയെ ശക്തമായി തകർക്കാൻ നോക്കുന്ന ഒരു മാനേജ്മെന്റാണ്. അങ്ങനെ ഞങ്ങൾ ഏതെങ്കിലും മാനേജ്മെന്റ് നോക്കിയിട്ടല്ല. ഞങ്ങളുടെ പ്രചരണങ്ങൾ, വസ്തുതാപരമായ പ്രചരണങ്ങൾ ജനങ്ങളിലെത്തണം. അതേ ഉള്ളൂ. അല്ലാതെ ഒരു ദിവസം മുമ്പ് കൊടുത്ത പത്രത്തിൽ എന്തേ വന്നില്ല, പിന്നീട് കൊടുത്ത പത്രത്തിൽ എന്തേ വന്നു ചോദിച്ചാൽ ഞങ്ങളാണ് എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. നിങ്ങൾ അതിന് വേറെ വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യമില്ല. ഇതേ കണ്ടന്റ് വേറെ ഏതെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് ലക്ഷ്യം. ആർക്ക് കൊടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് അതിലൊന്നും നിങ്ങളുടെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ടതേ ഇല്ല.
കാരണം എന്ത് കണ്ടന്റ് ഞങ്ങൾ കൊടുക്കണം, ഞങ്ങൾ കൊടുത്ത കണ്ടന്റിൽ തെറ്റായ എന്തെങ്കിലും കാര്യമുണ്ടോ അത് നിങ്ങൾ പറയൂ. ഞങ്ങളില്ല, ഞാൻ പറയുന്നത് ഞങ്ങൾ കൊടുത്തിട്ടുള്ള കണ്ടന്റ്, അതായത് സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വളച്ചൊടിച്ചു കൊടുത്തിട്ടുണ്ടോ? സന്ദീപ് പറയാത്ത ചില കാര്യങ്ങൾ, അതായത് സന്ദീപിന്റെ പേരിൽ കുറച്ച് ചില വ്യാജ പോസ്റ്റുകൾ കൂടി പരസ്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സന്ദീപ് പറയുന്നത്. ഉദാഹരണത്തിന് കശ്മീരിലുള്ളവരെ കൊല്ലണമെന്നുള്ള സന്ദീപിന്റെ പോസ്റ്റർ വ്യാജമായി പ്രചരിപ്പിച്ചതാണ്. ജനം TV പോലും അത് ഫാക്ട് ചെക്ക് ചെയ്തതാണ്. അങ്ങനെയുള്ളൊരു കാര്യം കൂടി ഇന്നത്തെ CPM-ന്റെ പത്രത്തിൽ വന്നിട്ടുണ്ട്, പരസ്യത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല, സന്ദീപ് വാര്യർ അങ്ങനെ പറഞ്ഞോ? സന്ദീപ് പറഞ്ഞിട്ടുണ്ട്. സന്ദീപ് വാര്യർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളാണ് അദ്ദേഹം തെളിയിക്കേണ്ട ബാധ്യത. ഞാൻ വെല്ലുവിളിക്കുന്നു. സന്ദീപ് വാര്യർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ. പക്ക വർഗീയത പ്രസംഗിച്ചതെല്ലാം നമ്മൾ കേട്ടല്ലേ, അയാള് വീഡിയോയിൽ വന്ന് സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടതല്ലേ. എങ്ങനെയാ നിങ്ങൾക്കെല്ലാം ഇത് മറച്ചു വെക്കാനുള്ള ഒരു ത്വര എങ്ങനെ വരുന്നത്? പരസ്യത്തിന്റെ രൂപത്തിൽ പത്രപരസ്യത്തിലൂടെ വിദ്വേഷ പ്രചാരണമാണ് LDF ലക്ഷ്യമിടുന്നതെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. ഞങ്ങൾക്ക് ഇത് വിദ്വേഷ പ്രചരണമായിട്ട് തോന്നിയിട്ടില്ല. കാരണം വിദ്വേഷം പ്രസംഗിച്ച ആളെ ഇപ്പൊ തോളിൽ കൈയിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവരാണ് തിരുത്തേണ്ടത്. ഈ വിദ്വേഷ പ്രസംഗം നടത്തി പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ, മതനിരപേക്ഷതയുടെ മനസ്സുള്ള കേരളത്തിൽ വർഗീയതയ്ക്ക് നേതൃത്വം കൊടുത്ത, വർഗീയ ലഹള നടന്നോട്ടെ എന്നുള്ള മനസ്സുമായി പ്രവർത്തിച്ച ഒരാളെ ഞങ്ങൾക്കൊരു ഐക്യവുമില്ല എന്ന് പറഞ്ഞ് തോളിൽ കൈയിട്ട് വാരിപ്പുണരുന്ന കോൺഗ്രസ് ആണ് തിരുത്തേണ്ടത്, ഞങ്ങളല്ല തിരുത്തേണ്ടത്. ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ തെറ്റായ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ നാട്ടിൽ ഇടതുപക്ഷം എന്തെല്ലാം കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ജനങ്ങളുടെ അല്ലെങ്കിൽ വോട്ടർമാരും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രതിബദ്ധപരമായിട്ടുള്ള സമീപനങ്ങളും നിലപാടുകളുമാണ്. അതല്ലാതെ ഞങ്ങൾ തെറ്റായി ഒരു സമീപനം ഞങ്ങൾ സ്വീകരിച്ചു. ഒരൊറ്റ കാര്യം സന്ദീപ് പറഞ്ഞത്, അതിൽ അപ്പുറം പറഞ്ഞ വേറെ BJP RSS നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ പാർട്ടി മാറുമ്പോ അതെടുത്ത് അവര് പണ്ട് പറഞ്ഞ് ജനങ്ങൾ മറന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങൾ വീണ്ടും ഒരു പറയാനുള്ള ഒരു മൈക്കായിട്ട് LDF-ന്റെ പരസ്യം മാറിയില്ലേ? സന്ദീപ് പറഞ്ഞത് വീണ്ടും ആളുകൾക്കിടയിലേക്കും അതുവഴി ഒരു കമ്മ്യൂണൽ ഡിസ്ഹാർമണിയിലേക്ക് വേദനയുണ്ടല്ലേ? അഫിയെക്കാളും വേദന മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോ നിങ്ങളുടെ വാചകത്തിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് നിങ്ങളെ വേദനിച്ചാലും വേദനിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞങ്ങൾ തെറ്റായ ഒരു സന്ദേശവും ഈ പൊതുസമൂഹത്തിൽ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വന്ന് പ്രചരിപ്പിച്ചിട്ടില്ല. പ്രചരിപ്പിച്ചതും ഞങ്ങൾ കൊടുത്ത പരസ്യങ്ങളിലെല്ലാം ഇന്നലകൾ വരെ ഇപ്പൊ RSS-ന്റെ മനസ്സുമായി കോൺഗ്രസിൽ നിൽക്കുന്ന സന്ദീപ് വാര്യരുടെ വാക്കുകളാണ്, അദ്ദേഹം പ്രചരിപ്പിച്ച ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും തന്നെ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഏഷ്യാനെറ്റുകാരോട് ഒരു ചോദ്യം ചോദിച്ചു, സന്ദീപ് വാര്യർ പറഞ്ഞിട്ടില്ല എന്ന്. ഞാൻ വീണ്ടും ചാലഞ്ച് ചെയ്യാണ്, അദ്ദേഹം അത് തെളിയിക്കട്ടെ. ഈ സന്ദീപ് പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ സന്ദീപ് നേരത്തെ നടത്തിയ മുസ്ലിം വിദ്വേഷമൊക്കെയാണ് CPM പറഞ്ഞു വെക്കുന്നത്. ആ വിഭാഗത്തിനിടയിലെ വോട്ട് ഈ ഇത്തരം പ്രചരണം കൊണ്ട് സന്ദീപിനെ UDF എടുത്തതിലൂടെ CPM-ലേക്ക് വരുമെന്ന് ഞാൻ ചോദിക്കട്ടെ, അതൊന്നുമല്ല ഞങ്ങളുടെ ഈ പ്രചരണത്തിന്റെ ഉദ്ദേശം. ഈ നാട്ടിലെ മതനിരപേക്ഷത നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രചരണത്തിന്റെ ഉദ്ദേശം. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യം വെച്ചിട്ടാണ് എന്ന് നിങ്ങൾ വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ മതനിരപേക്ഷത ഉയർത്തുന്ന ശക്തമായ ആ കാര്യത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന രാജ്യത്തിലെ ഒരു പാർട്ടിയാണ് CPM എന്നുള്ളവർക്ക് ആരും അറിയാതെ തന്നെ അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങളുടെ മാനേജിന് വേണ്ടി നിങ്ങൾ ചോദിക്കുന്നു. പക്ഷെ ദേശാഭിമാനിയിലെങ്കിലും ഈ പരസ്യം വന്നിരുന്നെങ്കിൽ അത്തരം ചോദ്യം ദേശാഭിമാനി എല്ലാ ദിവസവും ഞങ്ങളുടെ ഗംഭീരമായി 2 പേജ് പരസ്യം കാണില്ലേ നിങ്ങൾ? അല്ല, ഈ വിഷയം അല്ല, നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങളുടെ മാനിഫെസ്റ്റോ വന്നിട്ട് ദേശാഭിമാനിയിൽ എല്ലാ ദിവസവും 2 മറ്റേ പേജുകളാണ് ഇതിനു വേണ്ടി മാത്രം നീക്കി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ദേശാഭിമാനിയെ കുറിച്ച് സങ്കടപ്പെടണ്ട. ഞങ്ങള് ദേശാഭിമാനിയിൽ സങ്കടപ്പെടാൻ ഞങ്ങളുണ്ട്. CPM-ന്റെ മുഖപത്രം എന്ന നിലയ്ക്ക് ഞങ്ങൾ അതിനോട് ദുഃഖിച്ചോളാം കേട്ടാ. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിനൊരു മനസ്സുണ്ടായില്ലോ, അത് കാര്യം. അതിപ്പോ അന്ന് സ്വീകരിക്കണം എന്നുള്ളതും തന്നെ സത്യത്തിൽ ഞാൻ പരിഹസിച്ച് പറയുന്നതല്ല. സുധാകരൻ ആർക്കാണ് ഷാളിട്ടത് എന്ന് സത്യത്തിൽ മനസ്സിലായില്ലേ? സുധാകരന് ആ വേദിയിൽ ആർക്കാണ് ഷാളിട്ടത് എന്ന് അദ്ദേഹം വ്യക്തമാക്കില്ല. കാരണം ഈ സന്ദീപ് വാര്യറിനെ അങ്ങനെ നേരിട്ട് കണ്ട് പരിചയം ആർക്കില്ല, സുധാകരനില്ല. അദ്ദേഹം ആകെ TV കാണുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മുഖമൊക്കെ ചർച്ചയിൽ കാണുന്നത്. ഞാൻ അറിഞ്ഞ കാര്യം കേട്ടോ. അവരുടെ ചില ആളുകള് നമ്മളോട് ബന്ധമൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് മറ്റേ കൈ കൊടുക്കാത്ത ബന്ധം പോലെയല്ല. നമ്മളെല്ലാ പാർട്ടിക്കാരുമായിട്ട് ബന്ധമുള്ള ആളുകളാണ്, ഒരു സൗഹൃദമുള്ള ആളുകളാണ്. അവരുടെ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മള് ഒരു നിലപാടുള്ളതുകൊണ്ട് വേറെ കൈ കൊടുക്കാതെയും മുഖം പൂർപ്പിച്ചിരിക്കുന്ന ഒരു രീതിയില്ല.
അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ സന്ദീപ് വാര്യർ എന്നാണോ ഇയാള് ഷാളിട്ടത് എന്ന് സത്യത്തിൽ ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. KPCCയുടെ പ്രസിഡന്റ് കെ സുധാകരൻ മനസ്സിലായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ. നിങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ. അയാൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ട് ഈ കക്ഷി ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു വസ്തുത. പിന്നെ VD സതീശനും ഞാനതൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് പറയാൻ പാടുള്ളൂ എന്നറിയില്ല, എങ്കിലും ഞാൻ പറഞ്ഞാണേ. അതായത് സന്ദീപ് ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, ഇവ കൊണ്ടുവന്നാണെങ്കിലും ഞങ്ങളൊരു കൈകാര്യം ചെയ്ത് കാണിച്ചു തരാനുള്ള ഒരു മനസ്സിലായി. എവിടെന്നെങ്കിലും വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരുത്തനെ സ്വീകരിക്കുക ആളാവാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇയാളെ ആരെ സംരക്ഷിക്കണം നോക്കട്ടെ ഈ ചിന്തയിൽ നിന്നാണ് ചില ആളുകൾ ഒരു എന്താ പറയാ പ്രസ്താവന ഇറക്കി. അറിയാണ്ട് പരസ്യ പ്രസ്താവനയല്ല, മർമറിംഗ് പ്രസ്താവന പറയില്ല, അത് ഇറക്കി. എത്രയല്ലേ ഉള്ളൂ.